ഇപ്പം ഒരു അസ്വാഭാവികമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയണ്ടേ, നമുക്ക് സംശയാസ്പദമായിട്ടൊക്കെ ആരെങ്കിലും കണ്ടാൽ സ്വാഭാവികം ചെയ്യാം. അതിൽ എക്സൈസുകാർ ആര് ചോദ്യം ചെയ്താലും ഞാനും എൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ്. അതിനെ ഒന്നുമല്ല ഞാൻ പറയുന്നത്. വന്ന വാർത്ത എന്താ? കഞ്ചാവുമായി MLA പ്രതിഭയുടെ മകൻ പിടിയിലെന്ന വാർത്തയാണ്. ആ വാർത്തയോടാണ് ഞാൻ വിയോജിക്കുന്നത്. പിടികൂടി എന്നല്ല പറയുന്ന, 8 പേര് കൂടി ഇരുന്നിട്ട് അവരെ പിടിച്ചോണ്ട് പോയി. അതായത് അവര് കഞ്ചാവുമായി പിടികൂടി എന്നല്ല പറയുന്നത്. ഇന്നലെ എക്സൈസിന്റെ FIR പുറത്തു വന്നു. മകനടങ്ങുന്ന സംഘത്തിന്റെ പക്കൽ നിന്നും കഞ്ചാവ് കലർന്ന പുകയില മിശ്രിതവും താഴെ ദ്വാരമുള്ളൊരു പ്ലാസ്റ്റിക് കുപ്പിയും പപ്പായത്തണ്ടടക്കം പിടികൂടിയെന്നാണ് വ്യക്തമായി എല്ലാവരുടെയും പേരടക്കം പ്രതിപാദിക്കുന്ന FIR. വ്യാജവാർത്ത എന്ന വാദം ഒഴിഞ്ഞതോടെ നികൃഷ്ടമായ നിന്ദ്യമായ അധിക്ഷേപങ്ങളുമായി MLA വീണ്ടും രംഗത്തെത്തി. ഇപ്പോൾ വീണ്ടും 24 ന്യൂസിലെ ആലപ്പുഴയിലെ നിയമം അറിയാത്ത വിവരദോഷിയായ റിപ്പോർട്ടർ എൻ്റെ മകനെയും എന്നെയും ആക്ഷേപിച്ചുകൊണ്ട് 24 മാത്രമല്ല, എനിക്ക് തോന്നുന്നു മറ്റു ചില ചാനലിലും ഉണ്ട്, അവര് പറഞ്ഞത് ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വീണ്ടും എന്നെയും എൻ്റെ മകനെയും അപമാനിക്കുകയാണ്. റേറ്റിങ്ങിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണേ. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ 24-ലെ പ്രിയപ്പെട്ട റിപ്പോർട്ടറെ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ അമ്മയെയോ നിങ്ങളുടെ സഹോദരിയെയോ വല്ലതും പൊതുരംഗത്ത് വിട്ടിട്ട് നിങ്ങൾ അവരെ പറ്റി വാർത്തയില്ല. ദയവ് ചെയ്ത് എന്നെ വിട്ടേക്ക്. അത് 24 മാത്രം കൊടുത്ത വാർത്തയല്ല. ഏഷ്യാനെറ്റ് ന്യൂസും മനോരമയും റിപ്പോർട്ടറും അടക്കം കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ചാനലുകളും കൊടുത്ത വാർത്തയാണ്. 24 റിപ്പോർട്ടറെ വിവരം കെട്ടവനെന്നും വീട്ടിലിരിക്കുന്ന അമ്മയെയും സഹോദരിയെയും അടക്കം പറഞ്ഞ് വൃത്തികെട്ട രീതിയിൽ പിന്നെ അധിക്ഷേപമാണ് ഒരു MLA. പിന്നാലെ എത്തി CPM-ന്റെ സൈബർ ഗൂണ്ടാപ്പട. R. ശ്രീകണ്ഠനാരെയും ഹാഷ്മി താജ് ഇബ്രാഹിമിനെയും അടക്കം വീട്ടിലിരിക്കുന്നവരെ കൂടി ചേർത്ത് ഈ സൈബർ തമ്മാടികൾ അവരുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഭാഷയിലാണ് നെറികെട്ട വാക്കുകളും തെറിപ്പൂരവും. വീട്ടിൽ കയറി വെട്ടും ഇറച്ചിയിൽ മണ്ണ് പറ്റുമെന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ നേതൃത്വമില്ലാത്ത കുറ്റവാളി സംഘം ഇന്നലെ ഒരു MLA വീണ് ഗുരുതരമായി പരിക്കേറ്റ് മുഖത്തടക്കം ചോരയിൽ കുതുന്ന ദൃശ്യത്തിന് താഴെ വന്ന് രാഷ്ട്രീയം നോക്കി വൃത്തികേട് പറയാനും മാത്രം മനസാക്ഷി പറ്റിയവരാണ്.